വികസനത്തിനൊരു തുടർച്ച വേണം, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ സ്ഥായിയായും വളർച്ചയിലേക്കും പോകണം എന്നാഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണ് ഒരു സമൂഹത്തിലുണ്ടാവുക? സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ചായക്കടയിൽ നിൽക്കുന്ന വ്യക്തിയോ ഒരു വീട്ടമ്മയോ ഒക്കെ ആ കത്രികയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദന ഉണ്ടാവും. അമേരിക്കക്കാരികളായിട്ടുള്ള 1000 അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ 5.6 കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെടുന്നു. കേരളത്തിലത് 5 എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയുമായിട്ടാണ്. ടീച്ചർക്കെതിരായിട്ടുള്ള അപവാദ പ്രചാരണം വന്നു കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ ഇത് എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനെടുത്ത് വയ്ക്കുന്നത്, അതാണ് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വന്നൊരു പ്രതികരണം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന ചിന്ത സെക്സ് എന്നുള്ള രീതിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ അപവാദ പ്രചാരണത്തിനെതിരെ നടത്തിയ പോരാട്ടം ഒരു പ്രധാനപ്പെട്ട പ്രചാരണമായിട്ട് ടീച്ചർ മുന്നോട്ട് വയ്ക്കും. തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കും. അതിനൊക്കെയുള്ളൊരു കെൽപ്പ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഓണാഘോഷമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്കാണ്, യുക്തിയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ഇരുന്നാൽ എന്ത് എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരാളുമായി കൂടിച്ചേർന്ന് ഒരു യാത്ര പോകാൻ തോന്നി, എനിക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. ടീച്ചർ പോലും ഒന്ന് ഒതുക്കിയാണ് പറയുന്നില്ല. എന്തുകൊണ്ട് ആ തോളിൽ കൈയിട്ട് എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ആ വാക്ക് അത് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം വളർന്നിട്ടില്ല. അതെ, 1ാം ക്ലാസ്സിലെ കുട്ടിയോട് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? തുടർഭരണം, ആരോഗ്യം, കത്രിക, ശബരിമല, സൈബർ ആക്രമണം. CPIM നേതാവ് KJ ഷൈൻ ടീച്ചർ സംസാരിക്കുന്നു. ട്രൂ കോളർ, മാർച്ച് 1 ഞായറാഴ്ച രാത്രി 9 മണിക്ക്.